നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ബട്ടർ ഗാർലിക് മഷ്റൂം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഈ റെസിപ്പിയൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ബട്ടർ ഗാർലിക് മഷ്റൂം നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ബട്ടൺ മഷ്റൂം, എൻ്റെ ഇത്തിരി വലുതായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം മഷ്റൂമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരല്പം ബട്ടർ ഇട്ട് കൊടുക്കുന്നു. ബട്ടർ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അത് നന്നായിട്ട് ആ ബട്ടറിനകത്തിട്ട് ഇളക്കി നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കുക. ഏകദേശം നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സവാളയുടെ. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നിടം വരെ നമ്മൾ ഇളക്കി എടുക്കുക. ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂംസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആ സവാളയും മഷ്റൂമും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു ഏകദേശം 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നു. അതും എല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം അതിനകത്തേക്ക് നമ്മുടെ രുചിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെയും നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിന് ഞാൻ കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. നല്ല എരിവ് വേണ്ടപ്പം ചെറിയ പച്ചമുളക് വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇവിടെ കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. നമ്മുടെ എരിവിന് എത്രത്തോളം എരിവ് വേണം അത്രയും അതിനാവശ്യത്തിന് വേണ്ടിയത് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഏകദേശം നമ്മുടെ മഷ്റൂം ഒക്കെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. അങ്ങനെ നന്നായി ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരല്പം മല്ലിയില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബട്ടർ ഗാർലിക് മഷ്റൂം റെഡി ആയി കഴിഞ്ഞു. ധൃതിയുള്ളപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് എടുത്ത ശേഷം ഒരല്പം എള്ളു കൂടി പുറത്തുകൂടി വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.